അപ്പോൾ സ്കിൻ കെയർ റുട്ടീനാണ് എല്ലാവർക്കും ആവശ്യം. മോർണിംഗ് സ്കിൻ കെയറും നൈറ്റ് സ്കിൻ കെയറും. അല്ലാതെ ഞാൻ എൻ്റെ ഡെയിലി റുട്ടീനിൽ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ പ്രോഡക്ട്സ് ഇത്രയും അല്ലേ. സ്കിന്ന് നോക്കാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് നോക്കേണ്ടതുണ്ട് കേട്ടോ, എടുത്തു നോക്കേണ്ടതുണ്ട്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന സ്കിൻ കെയറും ഈ ഒരു സ്കിൻ കെയറും നമ്മൾ ഡിഫറൻസ് വരാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അത് കുഞ്ഞു കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് വൺ, മോർണിംഗ് നമുക്കറിയാം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഫേസ് വാഷ് ചെയ്യും. ഫേസ് വാഷ് ചെയ്യുന്ന നല്ലൊരു ഫേസ് വാഷ് വേണം നമുക്ക് യൂസ് ചെയ്യാൻ. അഹാഗ്ലോയുടെ ഒത്തിരി നാളായിട്ട് വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് അഹാഗ്ലോയുടെ ഫേസ് വാഷ് എന്ന് പറയുന്നത്. നമ്മൾ റെജ്യൂനേറ്റ് റിഫ്രഷിങ് വരുന്ന ഫേസ് വാഷാണ്, ഡെർമറ്റോളജി ടെസ്റ്റഡ്, പാരബൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് ഇതെന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ, അതായത് സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ വീട്ടിൽ നിൽക്കുന്ന ദിവസം 2 ദിവസം ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള ഓട്സോ അങ്ങനത്തെ കാര്യങ്ങളുള്ള ഫേസ് വാഷ്, അതായത് നമ്മുടെ ക്ലെൻസ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ ഈ ഫേസ് വാഷിനൊപ്പം നിങ്ങൾക്ക് ക്ലെൻസർ വീക്ക്ലി 1 or 2 ക്ലെൻസിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മേക്കപ്പ് ഒത്തിരി യൂസ് ചെയ്യുന്നവർ ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ 1-2 ദിവസം ഒന്ന് ക്ലെൻസ് ചെയ്യുക. അതിന് നമുക്ക് സിരഫിൻ്റെ പ്രോഡക്റ്റ് ക്ലെൻസർ നല്ലതാണ്, അത് യൂസ് ചെയ്യാം. ഈ ഒരു പ്രോഡക്റ്റ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മോർണിംഗ് മോയ്സ്ചറൈസറും സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്ത് ഹൈടെക് എന്യൂൻ്റെ പ്രോഡക്റ്റാണ് ഐസി ജെൽ. ഈ ഒരു ജെല്ല് ഞാൻ മോർണിംഗ് ഞാൻ യൂസ് ചെയ്യും. എന്നിട്ടുടനെ ഫേസ് വാഷ് ചെയ്തിട്ട് ഈ ഒരു കാര്യം ആ ഓഫീസിൽ പോകുന്നതിന് കുളിക്കുന്നതിന് മുന്നേ വരെ ഈ ഒരു പ്രോഡക്റ്റ് ഒരു 2-2.5 hours ഫേസിൽ കിടക്കാറുണ്ട്. ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നോർമൽ ഓഫീസിൽ പോകുന്ന ടൈമിൽ നമ്മളൊരു മോയ്സ്ചറൈസർ വേണം. മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം അക്വസോഫ്റ്റ് എഫ്സിയുടെ മോയ്സ്ചറൈസറാണ്. അത് കഴിഞ്ഞ് യൂസ് ചെയ്യുന്നത് നമ്മുടെ യുവിഡോക്സ് ബ്ലൂവിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഡെർമോക്കോയുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം, ഫോക്സ്ട്രീൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാം. സ്കിൻ ടൈപ്പ് നോക്കി യുവിഡോക്സ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്, അത് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് നോർമൽ ഈ ഒരു കാര്യം. പിന്നെ ലിപ്സ്റ്റിക് ആണെങ്കിൽ നോർമൽ കുറച്ചൊരു കളർ ഉണ്ട്. ആ ഒരു കളർ കിട്ടാൻ വീക്ക്ലി 1 or 2 ഒന്ന് സ്ക്രബ് ചെയ്യുക. ഫേസ് സ്ക്രബ് ചെയ്യുന്ന പോലെ നമ്മുടെ ലിപ്പൊന്ന് സ്ക്രബ് ചെയ്യുക. ഈ കാര്യം അതോടൊപ്പം ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ലിപ്പിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. യുവിഡോക്സ് പോലത്തെ നമ്മുടെ സൺസ്ക്രീൻ ബേസ് വരുന്ന പോലെ സൺ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ലിപ് ബാം മറ്റു കാര്യങ്ങൾ യൂസ് ചെയ്യുക. ഞാൻ ജസ്റ്റ് കുറച്ച് പ്രോഡക്ട്സ് ടാഗ് ചെയ്തേക്കാം കേട്ടോ. ഇത് യൂസ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഒരു 4-5 hours കൂടുമ്പോൾ ഫേസ് ഞാൻ സൺസ്ക്രീൻ വീണ്ടും റീഅപ്ലൈ ചെയ്യാറുണ്ട്. മോയ്സ്ചറൈസർ സൺസ്ക്രീൻ, അല്ലെങ്കിൽ സൺസ്ക്രീൻ തന്നെയാണ്, മോയ്സ്ചറൈസർ ഇടാറില്ല. നോർമലുള്ള മോയ്സ്ചറൈസർ ആ ഒരു ടൈം വരെ കിടക്കാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാറുണ്ട്. എൻ്റെ റുട്ടീനാണ് പറയുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ് വൈകുന്നേരം വന്നതിന് ശേഷം ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് നമ്മുടെ ബിലുമയുടെ ക്ലാരിഫൈയിങ് സിറമാണ്. ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് ഫേസിൽ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട് അതുപോലെ തന്നെ ടാനും മറ്റു കാര്യങ്ങൾ മാറാൻ ഈ 2 ഹൈടെക് എന്നെയോ ബിലുമയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ല പ്രോഡക്റ്റാണ്. ഇത് ഒരു 2-3 hours എന്താ പറയുക, ജിമ്മിൽ പോകുന്നതിന് മുന്നേ വരെയുള്ള റുട്ടീനിൽ വരുന്ന കാര്യമാണ് ഇത്രയും. ഇത് കഴിഞ്ഞ് ജിമ്മിൽ പോയിട്ട് വന്നതിന് ശേഷം ഫേസ് ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വാഷ് ചെയ്തതിന് ശേഷം പിന്നെ വരുന്നത് എന്താണ്, നമ്മുടെ മസാജ്. ഡെയിലി ഞാൻ ഫേസ് മസാജ് ചെയ്യണം. എവിടെ പോയാലും മസ്റ്റായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. നല്ലൊരു നമ്മുടെ പേരെപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടോ, കറ്റാർവാഴ, നമ്മുടെ അലോവേര വാങ്ങിച്ചു വെക്കുക. അലോവേര കളർലെസ് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള അലോവേര വാങ്ങിച്ചു വെക്കുക. അത് യൂസ് ചെയ്ത് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്യുക. അത് ഫേസ് ഫുള്ളും നെക്കും ഈ ഒരു ഷേപ്പ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഷേപ്പാണല്ലോ നോർമൽ. നമ്മുടെ ചബി ഫേസ് ഒന്ന് മാറി ഒന്ന് ക്ലിയർ ആവാൻ ഫേസ് മസാജ് നല്ലതാണ്. ഫേസ് യോഗ പോലത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഫേസ് യോഗയെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഫേസ് എക്സസൈസ്, നമ്മുടെ ബോഡി എക്സസൈസ് അനുസരിച്ച് നമ്മുടെ ബോഡി ഒതുങ്ങും. അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി മസാജും ആ ഒരു എക്സസൈസും ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ഫേസ് ഒതുങ്ങും. അതിനെ പറ്റിയൊരു ഓൾറെഡി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറിയ ടിപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നൈറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു 4 weeks ആയിട്ട് ഹാഫിൻ്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് ഡബിൾ ഷോട്ട് വരുന്ന റേഡിയൻസ് സിറമാണ്. നല്ല സിറമാണ് കേട്ടോ. യൂസ് ചെയ്യൽ ഒരു കൊളാജൻ ഫേസിൽ ഒരു ഗ്ലോ കിട്ടാൻ പറ്റിയൊരു സിറം, നല്ലൊരു പ്രോഡക്റ്റാണ്. 650 ആണെന്ന് തോന്നുന്ന റേറ്റ്. ആ റേറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നോർമൽ 1.5-2 months വരെ നിങ്ങൾക്ക് ആ ഒരു പ്രൈസിന് യൂസ് ചെയ്യാം. പക്ഷേ യൂസ് ചെയ്യുമ്പോൾ കളർലെസ് ട്രാൻസ്പാരൻറ്റും ഈ ഒരു കളർ ഷെയ്ഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഒരു 2 ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഫേസ് ഏത് സ്കിൻ ടൈപ്പാണോ വരുന്നത് ആ സ്കിൻ ടൈപ്പിനനുസരിച്ച് സിറം യൂസ് ചെയ്യുക. ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാനൊരു 3 ഷോട്ട് വരെ ഫേസിൽ യൂസ് ചെയ്യാറുണ്ട്. ഫേസ് ഫുള്ളും നെക്കും അപ്ലൈ ചെയ്യാറുണ്ട്, കണ്ണിൻ്റെ ഒഴിച്ചിട്ട്. ബാക്കി നിങ്ങൾ യൂസ് ചെയ്യുക. ഇത് നിങ്ങളുടെ നൈറ്റ് കെയറിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തൊക്കെ. ഇത് നൈറ്റാണ് ബെറ്റർ ആയിട്ടോ. ബാക്കി ടൈമിൽ നമ്മൾ വെയിലും മറ്റു കാര്യങ്ങൾ കൊള്ളുന്നതുകൊണ്ട് നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ ഫേസ് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ ഒരു നൈറ്റ് ഈ 3 പ്രോഡക്റ്റും യൂസ് ചെയ്യേണ്ട ചേഞ്ച് എന്താണെന്നല്ലേ, വേറൊന്നും അല്ല വരുന്നത്. ഫേസിൽ പിമ്പിൾസ് വന്നിട്ട് പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടും വരും. അതൊന്ന് ചേഞ്ച് ചെയ്ത് ആ ഒരു ഡൾനെസ് കുറയ്ക്കാൻ ഫേസിൽ പറ്റിയൊരു പ്രോഡക്റ്റാണ് ഇതെന്ന് പറയുന്നത്. നിങ്ങൾ പലരും ചിന്തിക്കുന്നതാണ് ഓൾറെഡി ഇത്രയും സ്കിൻ കളർ നമുക്കറിയാം. നമ്മുടെ സ്കിന്ന് നമ്മുടെ ഏജ് അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ആ ചേഞ്ചിങ് അനുസരിച്ച് നമ്മൾ എത്രത്തോളം കെയറും പ്രൊട്ടക്ഷനും കൊടുക്കും, അതുപോലെ തന്നെ ഫുഡ് റുട്ടീനും കൊടുക്കും, ഫുഡും കഴിക്കും, അതുപോലെ ഹൈഡ്രേറ്റ് ആയിരിക്കുമോ, ആ ഒരു സ്കിന്നിൻ്റെ ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ റെഗുലർ എക്സസൈസ് മസ്റ്റാണ്. അത് നിങ്ങൾ ചെയ്യുക. വീക്ക്ലി 4 days എങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് എക്സസൈസ് ചെയ്യുക. പിന്നെ എൻ്റെ റുട്ടീനിൽ ഞാൻ ചേഞ്ച് ചെയ്യാത്തൊരു പ്രോഡക്റ്റാണ് നമ്മുടെ റീഏജ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ദിവസവും യൂസ് ചെയ്യും. പക്ഷേ ഒരു 1 month അല്ലെങ്കിൽ 1.5 month ഒന്ന് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഇതെന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും
ഫസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തായതുകൊണ്ട് നമ്മുടെ ഇടപ്പഴിഞ്ഞിൽ ഞാൻ അർജുൻ ഡോക്ടർ തന്നെയാണ്. ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം തന്നെയാണ് എല്ലാ പ്രോഡക്റ്റും ചെയ്യാറുള്ളത്. പിന്നെ ഒരു 6 months കൂടുമ്പോൾ ഫേസിലൊന്ന് പീൽ ചെയ്യാറുണ്ട്, ആ കാര്യം ചെയ്യാറുണ്ട്. ഇത്രയുമാണ് എൻ്റെ റുട്ടീനിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങളൊന്ന് കെയർ ചെയ്ത് നോക്കി, നിങ്ങളുടെ ആ ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ല രീതിയിലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത്രയും മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. വേറൊരു കാര്യം ഫേസിൽ ചെയ്യേണ്ട. ഫേസിലുള്ള എന്താ പറയുക, സൺസ്ക്രീനും മോയ്സ്ചറൈസറും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ലിപ്സ്റ്റിക്ക് നോർമൽ ഇങ്ക്, അതായത് ലിക്വിഡ് ടൈപ്പ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ കുറയ്ക്കുന്നതാണ് വല്ല ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ യൂസ് ചെയ്യുക. ബാക്കി ടൈമിലൊന്നും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത്രയും മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. സ്കിൻ നല്ല കെയർ, ഗ്ലോയും അതുപോലെ തന്നെ ബാക്കി ഇഷ്യൂസ് വരുന്നത് മാറാൻ നല്ലതാണ്. പിന്നെ നിങ്ങളുടെ ഫേസിൽ പിമ്പിൾസ് മറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഫേസ് വാഷിന് യൂസ് ചെയ്യാൻ പറ്റുന്നത് തിളപ്പിച്ച വേപ്പില ഉണ്ടല്ലോ, നൈറ്റ് വീട്ടിൽ, അതായത് ഒന്നുകിൽ രാവിലെ പറ്റില്ല എങ്കിൽ ഒന്നുകിൽ രാവിലെ തിളപ്പിച്ച് എടുക്കുക, ഒരു 4-5 ലീഫ് ഇട്ട് തിളപ്പിച്ച് വാഷ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക. അല്ലെങ്കിൽ നൈറ്റ് കിടക്കുന്ന ടൈമിൽ തിളപ്പിച്ച വെള്ളത്തിൽ ഈ വേപ്പില ഇട്ടിട്ട് രാവിലെ മുഖത്ത് വാഷ് ചെയ്യുക. പക്ഷേ വറ്റത്ത് വീഴട്ടോ, നല്ല കയ്പ്പാണ്. അതും കൂടെ നോക്കുക. പിമ്പിൾസ് കൺട്രോൾ ചെയ്യാനും നല്ലൊരു സാധനമാണ്. ബാക്ടീരിയൽ എഫക്റ്റ് വരുന്ന ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ വേപ്പിലയ്ക്ക് ഉണ്ട്. അത് ചെയ്യാം. നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് ഫേസ് മാസ്ക് അല്ലെങ്കിൽ ഫേസ് പാക്കുകളുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യണം. ഇപ്പോൾ ഇത്ര ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണല്ലോ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ. ഈ പ്രോഡക്ട്സ് ഞാൻ ടാഗ് ചെയ്തേക്കും. ഇതിൽ ടാഗ് ചെയ്യാൻ പറ്റാത്ത ഈ ഒരു പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ, റിയേജ്. ഓൾറെഡി നമ്മുടെ ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പിൽ മാത്രമേ ഉള്ളൂ, റോഡിടും കിട്ടത്തില്ല കേട്ടോ. അവിടെ എൻക്വയറി നടത്തിയിട്ട് വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങൾ നോക്കുക.